ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നല്ല പഴുത്ത മാങ്ങ ആണ്. അപ്പോൾ മാങ്ങ കൊണ്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ പീസാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിലേക്കായിട്ട് 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാലിൽ നിന്ന് ഞാൻ ഒരു ബൗൾ പാലെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നമുക്ക് പാലൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 6-7 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഷുഗർ വേണ്ടാത്തവർക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഷുഗറൊക്കെ ഓരോരുത്തരുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യണം. പിന്നെ പുഡിങ്ങിനൊക്കെ നമുക്ക് ഇച്ചിരി മധുരം മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ നമുക്കത് കഴിച്ചാൽ അത്രയൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു 7 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ച ഈ മാങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ മാങ്ങ പേസ്റ്റാക്കി എടുത്തത് ഈ പാലിലേക്ക് ചേർത്ത ആ ഒരു സീൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാനിത് മിക്സ് ആക്കിയപ്പം ഇത് പാലുമായിട്ട് നന്നായിട്ട് അങ്ങ് യോജിക്കാനായിട്ടൊരു ടൈം എടുക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീണ്ടും ചൂട് പാലായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തപ്പോൾ നന്നായിട്ടത് ആ പാലും മാങ്ങായും എല്ലാം മിക്സായിട്ട് നല്ലൊരു ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു ക്രീമായിട്ടുള്ള രീതിയിലാണ് പാല് കിട്ടിയത്. അപ്പോൾ നിങ്ങളിനിയിപ്പോൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി. എനിക്ക് ഈ 2 സീനും എൻ്റെ ആ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നും കുറച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബാക്കി പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി തിളച്ച് വരുമൊന്നും വേണ്ട, ജസ്റ്റ് പതയൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകി വരും. നമുക്ക് ഈ പാലെല്ലാം ഈ മാങ്ങായുമായിട്ട് അടിച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കസ്റ്റേർഡ് പൗഡറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതായിട്ട് വരും. തിക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിലുള്ള നമ്മുടെ കസ്റ്റേർഡിൻ്റെ വാനിലയുടെ ഫ്ലേവറോട് കൂടിയ കസ്റ്റേർഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഒന്നും ചേർക്കണ്ട, ആവശ്യത്തിന് മാത്രം ഒരു 2 ഡ്രോപ്പ് വല്ലതും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇനി അടുത്തത് ബ്രെഡ് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ പാലും മാംഗോയും കൂടെ ഒന്ന് മിക്സാക്കി കാച്ചി വെച്ച ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കൂട്ട് ഞാനൊരു ബൗളിലെടുത്ത് വെച്ചത് വേണം. അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ലെയർ നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു സ്ലൈസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നതിന് മുന്നുള്ള ആ ഒരു കൂട്ടാണ് എടുത്ത് ബൗളിൽ മാറ്റി വെച്ചിരുന്നത്. അത് ചേർത്തതിന് ശേഷമുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ ബ്രെഡെല്ലാം ഇതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഞാനിതിൽ കുറച്ച് ബദാമും കുറച്ച് നട്ട്സും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് മാംഗോയുടെ ആ ഒരു പീസൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ക്രീം ഇതിലേക്ക് മുകളിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമുക്കിതുപോലെ തന്നെ ബ്രെഡ് അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വീണ്ടും അതേപോലെ ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ മാംഗോയും എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു പുഡിങ് ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇതേപോലെ നോക്കണം. നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം അതിൻ്റെ ഒരു സീസണാണല്ലോ. അപ്പോൾ മാങ്ങായും ബ്രെഡും ഒരു ശകലം പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പുഡിങ്ങാണിത്. നല്ലൊരു ക്രീമി ഒരു സ്ട്രക്ചറിലാണ് നമുക്കിത് ലാസ്റ്റ് കിട്ടുന്നത്. ഒരു 3 മണിക്കൂർ കുറഞ്ഞത് നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. കാരണം മേളിൽ വെക്കുമ്പോൾ ഇതൊരു ഒത്തിരി ഹാർഡായി പോകും. ആ ഒരു രീതിയിൽ ഇത് കഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല.
അപ്പോൾ നമ്മൾ താഴെ തന്നെ വെച്ച് നമുക്ക് ആ ഒരു ക്രീമി ആ ഒരു ടേസ്റ്റി വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ പെരുന്നാളിന് എല്ലാവരും ഒരു സ്പെഷ്യലായിട്ട് ഈ പുഡിംഗ് ട്രൈ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.